കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. അതാ ശ്രീകോവിലിനകത്ത് നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തിജ്വലിച്ച് നിൽക്കുന്നു. ആ സമയത്ത് അതിൽ കൂടി നോക്കുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ച് നിൽക്കണ ആ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചു, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. പൊന്നിൻ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നു. അത് നാരായണനാമ മന്ത്രം ചൊല്ലിയതാ ഭക്തന്മാരെല്ലാവരും കണ്ണൻ്റെ അടുത്തേക്ക്, ആ സോപാനപ്പടിയുടെ മുന്നിലേക്കതാ ഓടി ഓടി പോകുന്നു. അവിടെ നിന്ന് കൺകുളിർക്കെ ആ കണ്ണനെ കണ്ട്, ആ കണ്ണനെ മനസ്സിലേക്ക് ആവാഹിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണോ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ഒന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം. ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ. കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ യാതൊരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടുകൂടി ആ കണ്ണൻ്റെ നാമം ജപിച്ചോളൂ. ആ കണ്ണൻ സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും. നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് കണ്ണൻ ഒരുക്കി തന്നത് നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ ജപിക്കല്ലേ നാമം, എല്ലാവരും ജപിച്ചോളൂ കേട്ടോ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാ. ഈ നാമത്രയ മന്ത്രം എല്ലായ്പ്പോഴും എല്ലാവർക്കും ജപിക്കാവുന്നതാണ്. ഋഷീശ്വരന്മാർ നമുക്കായി ഈ കലികാലത്ത് ഭജിക്കുവാൻ വേണ്ടി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം. ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധിയും സന്തതി പരമ്പരകൾക്കെല്ലാവർക്കും ശ്രേയസ്സും ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം. ദിവസേന ഒരു ഉപാസന മട്ടിൽ നമ്മളെല്ലാവരും ചെല്ലുക. നമ്മുടെ ജീവിതം അർത്ഥസമ്പുഷ്ടമാകും. ഹരേ ഗുരുവായൂരപ്പ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.